ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ വന്ന പച്ചക്കറികളൊന്നും ചേർക്കാതെ ചേന മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചേന സാമ്പാർ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയൊരു സാമ്പാർ റെസിപ്പി കൂടിയാണ്. അതേപോലെ തന്നെ കുറേയേറെ അരിഞ്ഞെടുത്ത ചേന കഷ്ണങ്ങളെ കുറച്ച് ആഴ്ചത്തേനെ എങ്ങനെ സൂക്ഷിക്കാമെന്നുകൂടി പറയുന്നുണ്ട്. ഒരു തവി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് പരിപ്പ് ചേർക്കാനും പാടില്ല. ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ചെറിയ ഫാമിലിക്കുള്ള ഒരളവാണ് പറയുന്നത്. ഇതിനി വേവിച്ചെടുക്കാം. ഇതൊരു 3.5 ആഴ്ചയോളമായിട്ട് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ചേന എടുത്താൽ കൈ ചൊറിയുന്ന ഒരു അലർജി ഉള്ളത് കാരണം അലർജി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുക. അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കഴുകാനേ പാടില്ല. കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പ് ചേനയുടെ പുറത്തുള്ള മണ്ണെല്ലാം നല്ലോണം നീക്കം ചെയ്ത് തൊലിയെല്ലാം ചെത്തി മണ്ണ് പെടാതെ വേണം കഷ്ണങ്ങളാക്കാനായിട്ട്. ഫ്രഷായിട്ട് പറിച്ച ചേനയാകുമ്പോൾ ചിലപ്പോൾ ചേനയുടേതായിട്ടുള്ള വെള്ളമയം ചിലപ്പോൾ കഷ്ണത്തിന് പുറത്ത് കാണും. അങ്ങനെ വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തിയിട്ട് ഒന്ന് ഫാൻ കാറ്റ് കൊള്ളിക്കുകയോ, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേന് ഒന്ന് നിരത്തി ഇട്ടാൽ മതിയേ. പക്ഷേ വെയിലത്ത് വെക്കരുത്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഉടൻ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. അലർജി ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞൊരു ടിപ്പ് മാത്രമാണ്. ഇത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി 1 കപ്പ് നിറച്ചും ചുവന്നുള്ളിയാണ് ഇടുന്നത്. ചുവന്നുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇനി 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ചേറെ ഒരു 5 6 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഈ ഒരളവിന് ഒരു 13 ഇല്ല 14 കഷ്ണം ആണ് ഇട്ടിരിക്കുന്നത്. ഓവറായിട്ട് ചേന ഇടാനും പാടില്ല. ഇതുപോലെ ഒരു കണ്ണരിപ്പയിലോട്ട് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കൈ തൊടാതെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പുളി മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. കഷ്ണത്തോടു കൂടി തന്നെ ചേർത്തിരിക്കണേ പുളി. കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. കഷ്ണത്തിന് മേലെ ജസ്റ്റ് മേലെ വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. എന്തിനെന്ന് വെച്ചാൽ പെട്ടെന്ന് വിസിലടിച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിലടിച്ച്, അതായത് പെട്ടെന്ന് തന്നെ വിസിലടിച്ച് കിട്ടണം. അതിനു വേണ്ടിയാണ് ചെറിയ കുക്കറും എടുത്തത്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരേ ഒരു വിസിലടിപ്പിക്കുക. വിസിലടിച്ചതിന് ശേഷം അത് അങ്ങനെ അടച്ച് മാറ്റി വെക്കരുത്. പെട്ടെന്ന് തന്നെ ടാപ്പിൻ്റെ വെള്ളത്തിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടപ്പിന് മേളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് വിസിൽ കുറേശ്ശെ കാറ്റ് കളഞ്ഞുകൊണ്ട് തുറന്നെടുക്കുക. ഇത് കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ട്. ഇത് ഉള്ളിയൊക്കെ നല്ല ഉടയാതെ തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയും നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ചേന. ഒരുപാട് ഇട്ട് ഇളക്കരുത്. കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചവെള്ളം ഉപയോഗിക്കരുത്. പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുകയും ചെയ്യുവേ. ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുക. പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ആദ്യം തൊട്ട് നല്ലവണ്ണം ചൂടായി വരാൻ വേണ്ടി സമയം എടുക്കുകയും ചെയ്യും. ചേനയൊക്കെ ഓവറായിട്ട് വെന്ത് പോവുകയും ചെയ്യുവേ. ടേസ്റ്റും കുറയും. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ തന്നെ അതിനകത്ത് തിള വരുന്നതായിരിക്കുമേ. ഇളക്കാതെ തന്നെ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. ഈ ഒരളവിന് 1.5 സ്പൂൺ സാമ്പാർ പൊടി ഇടുക. സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ കായപ്പൊടി കൂടുതൽ മണം രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തിള വരും. ഒന്ന് വെട്ടി തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം ഇട്ട് പൊടി ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒന്നുകൂടെ ചേർക്കാനുണ്ട്. അത് കടുക് താളിച്ചിട്ട് ചേർക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ എടുക്കാവുന്നതാണ്. അല്പം ഉലുവ കടുവിട്ടിട്ടുണ്ട്. 2 വെളുത്തുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞിട്ടിട്ടുണ്ട്. ചുവന്നുള്ളിയുടെ ചേർത്ത് ഒന്ന് പകുതിയൊന്ന് മൂത്തതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇടുക. കടുക് താളിച്ച് ഒഴിച്ച ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് നേരത്തേന് മൂടി വെക്കണേ. ഇനി ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കരുത്. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരല്പം ശർക്കര, ഇല്ലെന്നുണ്ടെങ്കിൽ 1 നുള്ളി പഞ്ചസാര ചേർക്കുക. ഇന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു കറക്റ്റ് തിക്നെസ് നന്നായിട്ട് തണുത്തതിന് ശേഷം കറക്റ്റ് അളവിന് കിട്ടുവേ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും നന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി.